രാജു, ഇതിന്റെ PA ദാ ഫോൺ നിന്റെ കയ്യിലിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട കോളാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ശരി സർ. എന്നാ പിന്നെ സമയം കളയാതെ നമുക്ക് പെണ്ണിനെ വിളിക്കാം അല്ലേ? അതെ, വിളിക്കാം. യാമിനി, ഋതുമോളെ കൂട്ടിക്കൊണ്ടുവാ. ശരി ചേച്ചി. അവിടെ വെക്ക്, എടുത്ത് കഴിക്കേ. ഋതു മോളെ, ഈ ചായ എടുത്ത് എല്ലാവർക്കും കൊടുക്കാം. ചെല്ലു മോളെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? മോനെ പറയട്ടെ, എന്റെ മോന് ഋതുമോളെ ഇഷ്ടായി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവൻ ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മോൾക്ക് ഞങ്ങളുടെ മകൻ സിദ്ധാർത്ഥനെ ഇഷ്ടമായോ? മടിക്കാതെ പറഞ്ഞോളൂ ഋതുമോളെ. മോളുടെ എല്ലാ കാര്യങ്ങളും അമ്മായി പറഞ്ഞിട്ടുണ്ട്. മോൾ എക്സാമിന് തോറ്റതുൾപ്പെടെ. മൗനം സമ്മതമായി എടുത്തിട്ട് നമുക്കിത് ഉറപ്പിക്കാം അല്ലേ? ഋതുമോളെ, മോൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞോ. മോളും മടിക്കണ്ട. അച്ഛന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അച്ഛന് വിവാഹത്തിന് താല്പര്യമാണെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു. കണ്ടോ ചേട്ടാ, ഇങ്ങനെ വേണം പെൺകുട്ടികളെ വളർത്താൻ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ പറയുവോ? അമ്മയില്ലാതെ അച്ഛൻ വളർത്തിയ കൊച്ച. അല്ല, വർമ്മ സാറിനോടൊരു കാര്യം ചോദിക്കാൻ മറന്നു. കാര്യം ഞാൻ കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. ഇനിയിപ്പോ നമ്മളൊക്കെ ബന്ധുക്കളാകാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ സത്യം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അമ്മ, ഋതികയുടെ അമ്മ മരിച്ചുപോയോ? മരിച്ചുപോയോ ജീവനോടെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, നീ തന്നെ അങ്ങോട്ട് ചോദിച്ചു മനസ്സിലാക്ക്. അമ്പിയേച്ചി, കുട്ടികളൊന്ന് മാറി നിന്ന് സംസാരിക്കട്ടെ അല്ലേ? എന്റെ ഭാര്യയെ കുറിച്ച് അറിയാൻ ഋതിയെ മാറ്റി നിർത്തി സംസാരിക്കേണ്ട കാര്യമില്ല.
അക്കാര്യത്തെക്കുറിച്ച് ഇവൾക്കൊന്നും അറിയില്ല. മാത്രമല്ല ഇവിടെ ഞങ്ങൾ ആരും അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാറുമില്ല. ദേഷ്യപ്പെടാതെ വർമ്മ സാറേ. ഞങ്ങളുടെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അമ്മയെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നതിൽ എന്താ തെറ്റ്? പറയാനാവാത്ത കാര്യമാണെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ചേച്ചി, ഇവരിവളെ പെണ്ണ് കാണാൻ വന്നാണോ അതോ എന്റെ സമനില തെറ്റിക്കാൻ വേണ്ടി വന്നാണോ? ഇതെന്താ വർമ്മ സാറേ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങൾ ചോദിച്ചാൽ എന്താ തെറ്റ്? തെറ്റും ശരിയൊന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. അനാവശ്യമായ ചോദ്യങ്ങളും വേണ്ട. പ്രതാപ, ഒരു മിനിറ്റ്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സുമലതേ, സ്വത്തോ പണോ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ. സ്ത്രീധനമായിട്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. അതുമാത്ര ഞങ്ങളുടെ ഒരേ ഒരു ഡിമാൻഡ്. ആർക്ക് വേണം നിങ്ങളുടെ സ്വത്തും പണവും? സ്വത്തിലും പണത്തിലും മയങ്ങുന്നവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ കരുതിയോ? എങ്കിലേ നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾക്ക് വലുത് കുടുംബ മഹിമയാണ്. ഇതെന്താ സുമലതേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞിരുന്നതല്ലേ? എന്തു പറഞ്ഞിരുന്നു? പെണ്ണിന്റെ അമ്മ എവിടെയാണെന്നോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നോ ചേച്ചി ഞങ്ങളോട് പറഞ്ഞോ? അറിയാലോ എന്ന് കരുതി ചോദിച്ചപ്പോ അതിന് സമാധാനമായി മറുപടി പറയേണ്ടതിന് പകരം നിങ്ങൾ ദേഷ്യപ്പെടുകയാണോ വേണ്ടത്? ഇതാണോ മര്യാദ? എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ അനിയൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് അവനെ ദേഷ്യപ്പെടുത്തിയത് നിങ്ങളാ. നിങ്ങൾ മര്യാദയെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നു. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? സുമലതേ, മതി, നിർത്ത്. വാ, നമുക്ക് പോവാം. നിൽക്കേട്ടാ, ഇവരോട് രണ്ട് നല്ല വർത്താനം പറഞ്ഞിട്ടേ ഈ സുമലത ഇവിടെ ഇറങ്ങൂ. അല്ല അംബികേച്ചി, നിങ്ങളുടെ മകൻ ഈ പെണ്ണിന്റെ മുറച്ചെറുക്കനല്ലേ? എന്നിട്ട് നിങ്ങളെന്താ ഈ പെണ്ണിനെ നിങ്ങളുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാത്തത്? അപ്പൊ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നല്ലേ അതിനർത്ഥം? വലിയ പേരും പദവിയും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കുടുംബ പാരമ്പര്യം ഉണ്ടായിരിക്കണം. ചേച്ചി, ഇവരോട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയണം. അല്ലെങ്കിൽ എന്റെ തനി നിറവര് കാണും. സുമലതേ, ഒന്ന് വന്നേ, പറയട്ടെ. വാ. ചേട്ടൻ വാ. ആ, മോളെ, അങ്ങനെ ഋതികയുടെ ആദ്യത്തെ പെണ്ണുകാണൽ ചടങ്ങ് ശുഭമായിട്ട് അവസാനിച്ചു. പുറച്ചെറുക്കനായ നീ ഇവിടെ ഉള്ളപ്പോ ഋതികയുടെ കഴുത്തിൽ മറ്റൊരാൾ താലി കെട്ടാൻ ഈ അംബിക സമ്മതിക്കില്ല. ഋതികയുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള അവകാശം എന്റെ മകൻ ദീപകിനുള്ളതാ. പക്ഷേ അമ്മേ, അതൊക്കെ എങ്ങനെ നടക്കും? പറഞ്ഞുതരാം. ഹലോ, നിങ്ങളുടെ പെർഫോമൻസ് ഞാൻ ഉദ്ദേശിച്ചതിലും ഗംഭീരമായി. ഞാനേ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അത് പിന്നെ മോശമാവോ? അംബിക മേഡം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോ അത് വൃത്തിയായി ചെയ്ത് തീർക്കേണ്ടത് എന്റെ കടമയല്ലേ? അംബിക മേഡം എനിക്ക് ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങളുടെ ഒക്കെ മുന്നില് ഞാൻ ചെയ്തത് വളരെ ചെറിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നീ ഇപ്പോ എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന്റെ മൂല്യം വളരെ വലുതാ. എന്റെ അനിയൻ അവന്റെ മകളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചപ്പോ അത് മുടക്കണമെന്ന് ഞാൻ എന്തിനു ചിന്തിച്ചു എന്ന് നീ ആലോചിച്ചിട്ടുണ്ടാവും. മാഡത്തിന് എനിക്ക് പിന്നെ അറിയില്ലേ, എന്തോ വലിയൊരു ഉദ്ദേശം മാഡത്തിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരത്യാവശ്യ സമയത്ത് എന്നെ ഓർത്തതില് സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. നീ നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്തു. അതിന് സന്തോഷം മാത്രം പോരല്ലോ. അത് ശരിയല്ല. പണിയെടുത്താ കൂലി കിട്ടണം. അതാ എന്റെ രീതി.
അത് നിനക്ക് അറിയാവുന്നതാണല്ലോ. അയ്യോ, പണത്തിന്റെ ഒന്നും ആവശ്യമില്ല മാഡം. ഇപ്പൊ തന്നെ ഞാൻ മാഡത്തിന് ഒരുപാട് പണം തരാനുണ്ട്. ആ പറഞ്ഞതേ നിന്റെ മര്യാദ. ഞാൻ എന്റെ മകന്റെ കയ്യിലേ കുറച്ച് പൈസ കൊടുത്തയക്കുന്നുണ്ട്. നീ അത് സ്വീകരിക്കണം. ആവശ്യമുള്ളപ്പോ ഞാൻ പിന്നെയും വിളിക്കും. പിന്നെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെയും വിളിക്കണം. ശരി മാഡം. ശരി. എന്താ അമ്മ ഇതൊക്കെ? എല്ലാം അമ്മയുടെ അറേഞ്ച്മെന്റ്സ് ആയിരുന്നോ? പക്ഷെ എന്തിന്? എനിക്കാകെ കൺഫ്യൂഷനായി. നീ വെറുതെ കൺഫ്യൂഷൻ ആവണ്ടടാ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഋതിക നിന്റെ അമ്മാവന്റെ മകളാ. അതായത് നിന്റെ മുറപ്പെണ്ണ്. ഋതികയുടെ വിവാഹം നടത്താൻ പ്രതാപൻ തീരുമാനിച്ചപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് അവൻ നിന്നെ പരിഗണിക്കുമെന്നാ. പക്ഷെ അവന്റെ മനസ്സിൽ അങ്ങനൊരു ചിന്ത വന്നതുപോലുമില്ല. അതുകൊണ്ടാ ഞാൻ എന്റെ കാർഡ് ഇറക്കിയത്. ഞാനൊരു ഫേക്ക് പെണ്ണ് കാണൽ പ്ലാൻ ചെയ്തു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം അവസാനിച്ചു. എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടമ്മേ. എല്ലാം നടക്കുമോ? എനിക്കൊരു ചെറിയ സംശയമില്ലാതെ ഇല്ല. മോനെ, നിന്റെ സ്വപ്നങ്ങളിലേക്ക് നിന്നെ പറത്തി വിടാനാണ് മോനെ അമ്മ ഈ കളികളൊക്കെ കളിക്കുന്നത്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. തൽക്കാലം ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണം. മനസ്സിലായോ? ദൈവമേ, ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അംബികമ്മയുടെ ആൾ ഇത്ര അപകടകാരിയാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചതിലും വലിയ വിഷമാണല്ലോ. പാവം വർമ്മ സാർ അംബിക മാഡത്തിനെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. വർമ്മ സാറിനെതിരെ ഋതിക മാഡത്തിനെ ലക്ഷ്യമാക്കി അംബിക മാഡം നടത്തുന്ന പദ്ധതി ഈ രാജു വർമ്മ സാറിനൊപ്പം ഉള്ളപ്പോ നടക്കാൻ പോകുന്നില്ല. രാജു അത് സമ്മതിക്കില്ല. ശ്രീ 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 ഈ ശ്രീലക്ഷ്മി എന്താ അവളുടെ മുറിയിന്ന് പുറത്തു വരാത്തത്? അവൾക്ക് ആഹാരമൊന്നും വേണ്ടേ? ശ്രീ, അവളെ വിളിക്കണ്ട, അവള് വരില്ല. അതെന്താ? അവക്കിപ്പോ വിശപ്പില്ല, അത്ര തന്നെ. അമ്മ എന്തിനാ അതിന് ദേഷ്യപ്പെടുന്നേ? അവള് വരുന്നില്ലെങ്കി വരണ്ട. മോള് കഴിക്ക്. അമ്മമ്മയ്ക്കേ ദേഷ്യം കയറിയിരിക്കെന്നാ തോന്നുന്നേ. ശ്രീലക്ഷ്മിയുടെ അച്ഛന് ഫോൺ ചെയ്ത് ഇക്കാര്യം പറയണോ? വേണ്ട. സവാരിക്കിടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യം പറയണ്ട. എന്നാലും ഈ വീട്ടിലെ അവസ്ഥകളെല്ലാം അറിയുന്ന ശ്രീലക്ഷ്മി ഇങ്ങനെ എന്നെ ചതിച്ചോളയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ ഇതിനൊരു പരിഹാരം? എന്തൊക്കെ പറഞ്ഞാലും ശ്രീ പട്ടിണി കിടന്ന് ശരിയല്ല. ഇതാർക്കാ? ശ്രീലക്ഷ്മിക്ക്. ഈ അമ്മയ്ക്കിത് എന്തു പറ്റി? കുറച്ചു മുമ്പ് പറഞ്ഞ അവൾക്ക് വിശക്കുന്നില്ലെന്ന്. ഇപ്പൊ ദേ അവൾക്ക് ആഹാരം എടുക്കുന്നു. എന്താ അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല.
വന്നത്. ആരെങ്കിലും കാണുന്നതിന് മുൻപേ പോ. ഐ എം സോറി ശ്രീലക്ഷ്മി, ഞാൻ കാരണോ പാവം നിന്നെ രാധമ്മ അടിച്ചത്. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ തോന്നിയില്ല, അതാ ഞാൻ വന്നത്. നീ ഒരു വാക്ക് പറഞ്ഞ നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാം. ദൂരെ എവിടെയെങ്കിലും പോയി, നമ്മളെ ആർക്കും അറിയാത്തൊരു നാട്ടിൽ പോയി നമുക്ക് ജീവിക്കാം. ഹരീഷ് എന്തായി പറയുന്ന? അതൊന്നും ശരിയാവില്ല. അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ശ്രീലക്ഷ്മി തന്നെ പറയൂ. ഹരീഷ് ഇപ്പൊ പോ. ഇതൊന്നും ശരിയാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്രണയം ആരും അംഗീകരിച്ച് തരില്ല. ഹരീഷ് പറഞ്ഞ പോലെ ഹരീഷിന്റെ ഒപ്പം ഇറങ്ങി വന്ന് എന്റെ ചേട്ടനെയും അച്ഛനെയും അമ്മയും ഒന്നും വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് ഭാഗ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീലക്ഷ്മി ഇത് പറയുന്ന ഞാൻ ഊഹിച്ചിരുന്നു. അല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ എല്ലാം ഇങ്ങനെയൊക്കെ വന്ന് അവസാനിക്കൂ. രമ്യയുടെ പ്രണയം എല്ലാവരും അംഗീകരിച്ചു. എന്റെ വിധി മാത്രം എന്താണോ ദൈവമേ ഇങ്ങനെ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. പോ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ശ്രീലക്ഷ്മി. നീ എന്റെ കൂടെ വാ ശ്രീ, ഒന്ന് വാ. ശ്രീ, ദാ, നീ ആഹാരം കഴിക്കേ. എനിക്ക് വേണ്ട. പട്ടിണി കിടന്ന് നിരാഹാരം നടത്തിയാലും നീ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്ന് കരുതണ്ട. വെറുതെ നിന്റെ ആരോഗ്യം കളയാതെ ദാ ചോറ് കഴിക്കേ. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടത്തി തരണമെന്ന് അമ്മയോട് ഞാൻ അപേക്ഷിച്ചോ? ഇല്ലല്ലോ. എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ആഹാരം വേണ്ട. തർക്കുത്തരം പറയുന്നോടി. അമ്മ പ്ലീസ്, എനിക്കൊരല്പ സ്വസ്ഥത വേണം. ദൈവത്തെ ഓർത്ത് അമ്മ ഇവിടെ നിന്ന് പോ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആരും ഈ വീട്ടിൽ അത്താഴപ്പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ കുറച്ച് ആഹാരം കഴിക്ക്. എനിക്ക് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ. അമ്മേ, എന്താ അമ്മേ, എന്താ ഇവിടെ പ്രശ്നം? ശ്രീ, എന്താ പ്രശ്നം? ഏയ്, ഒരു പ്രശ്നമില്ല മോനെ. ഞാൻ ഇവളോട് ആഹാരം കഴിക്കാൻ പറയായിരുന്നു. ഇവക്കേ വേണ്ടാന്ന്. അതെന്താ ശ്രീ, നിനക്ക് ആഹാരം വേണ്ടാത്ത? എന്താ, എന്തു പറ്റി? എന്താ ശ്രീ നീ ഒന്നും മിണ്ടാത്ത? ഏയ്, പ്രശ്നമൊന്നുമില്ല മോനെ. ഇവള് എക്സാം ജയിച്ചല്ലോ. അവക്കിനി തുടർന്ന് പഠിക്കണമെന്ന ആഗ്രഹം. ഞാൻ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകള് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിന് എന്നോട് പിണങ്ങി ഇവള് ആഹാരം വേണ്ടാന്ന് പറഞ്ഞു. ആഹാരം കഴിക്കാതെ ഉറങ്ങാൻ പാടില്ലെന്ന് ഞാനും പറഞ്ഞു. അപ്പോഴേക്കാ നീ വന്നത്. ഇത്രയുള്ള പ്രശ്നം? അമ്മ ചോറുങ്ങന്ന് ഇങ്ങോട്ട് മാറുന്ന മോളെ, നീ എവിടെ ഇരുന്നേ? ഇരിക്കേ. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് ആഹാരം കഴിക്കില്ല എന്ന് വാശി പിടിക്കാൻ ഐഷുവിന്റെ പ്രായമാണ് നിനക്കെന്നാണ് വിചാരം? നിനക്ക് എന്തിനാണോ പഠിക്കാൻ ആഗ്രഹം അതിന് നീ അപേക്ഷ അയക്കേ. ഏത് കോളേജിൽ നിനക്ക് അഡ്മിഷൻ കിട്ടിയാലും അതിന് പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ പോലും ഈ ഏട്ടൻ നിന്നെ പഠിപ്പിക്കും. അതിനി എത്ര കാശ് ചെലവാക്കേണ്ടി വന്നാലും ഈ ഏട്ടൻ അത് ചെലവാക്കും. പഠിപ്പിച്ച് നിന്നെ ഒരു വലിയ നിലയിൽ എത്തിച്ചതിന് ശേഷം ഒരു മിടുക്കൻ ചെക്കനെ കണ്ടെത്തി ഏട്ടൻ നിന്റെ കല്യാണവും നടത്തി തരും. കഴിക്കേ.
എന്താ ശ്രീ ഇത്? കൊച്ചു കുട്ടികളെ പോലെ ദേ കരയാതിരുന്ന് ആഹാരം കഴിച്ചേ. ആ ദേ അമ്മേ, അമ്മ ഇനി ശ്രീയുടെ പഠിപ്പിന്റെ കാര്യത്തില് അഭിപ്രായം ഒന്നും പറയണ്ട കേട്ടല്ലോ. എല്ലാം ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നടക്കും. ശരി. കഴിക്ക്. കഴിക്കേ.